അപ്പോൾ ശരീരശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, വാക്ശുദ്ധി, ഇതൊക്കെ നമ്മൾ ശുദ്ധിയാക്കി തന്നെ വയ്ക്കുക. നല്ല വാക്കുകൾ സംസാരിക്കുക, സഭ്യമായി സംസാരിക്കുക, അസഭ്യം പറയാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാന ധർമ്മങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഏറ്റവും ചീഞ്ഞതും അതുപോലെ തന്നെ പുഴുത്തതുമായ വസ്തുക്കളൊന്നും വീടുകളിലും പരിസരങ്ങളിലും ഒന്നും സൂക്ഷിക്കാതിരിക്കുക. എപ്പോഴും നല്ല വൃത്തിയായി തന്നെ നമ്മൾ വീടും പരിസരവും സൂക്ഷിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇന്ദ്രിയശുദ്ധി നമ്മൾ കൈവരിക്കുക. ഇന്ദ്രിയശുദ്ധി എന്ന് പറയുമ്പോൾ നല്ല വാക്കുകൾ പറയുക, നല്ലത് കേൾക്കുക, നല്ലത് വിചാരിക്കുക, നല്ലത് ചിന്തിക്കുകയും ഒക്കെ ഇന്ദ്രിയശുദ്ധിയുടെ ഭാഗം തന്നെയാണ്. തണുത്ത വെള്ളത്തിൽ കണ്ണുകൾ കഴുകുന്നതും ഇന്ദ്രിയശുദ്ധിയിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനഃശുദ്ധി, മനസ്സെപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ വേണ്ടിയുള്ളൊരു ആകരുത്. നമ്മളോടൊരു ആളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരിക്കലും പെരുമാറരുത്. നമുക്കെപ്പോഴും ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതം. ഗുരു പറഞ്ഞിരിക്കുന്നതും എന്ത് തന്നെയാണ്? എല്ലാവരും ആത്മസഹോദരരാണ്. പൂവും പുഴുവും അല്ലേ, ഇവിടുത്തെ എല്ലാ സസ്യ ജന്തു ജീവജാലങ്ങളും എല്ലാവരും ആത്മസഹോദരരാണ്. മനുഷ്യരും എല്ലാവരും ആത്മസഹോദരരാണ്. അപ്പോൾ എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ നമുക്ക് ഉള്ളൂ. ഇതാണ് പഞ്ചശുദ്ധി. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ എപ്പോഴും നമ്മൾ ആചരിക്കാറുള്ളതാണ് പഞ്ചശുദ്ധിയൊക്കെ. ശിവഗിരി തീർത്ഥാടനത്തിലോടൊക്കെ അനുബന്ധിച്ചും നമ്മൾ ഇതേ പഞ്ചശുദ്ധി തന്നെയാണ് ആചരിക്കപ്പെട്ട് പോരാറുമുള്ളത്. അപ്പോൾ പഞ്ചശുദ്ധി കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് പഞ്ചമഹായജ്ഞമാണ്. നമുക്ക് ജീവിതത്തിൽ പാലിക്കേണ്ട 5 യജ്ഞങ്ങളെ പറ്റി മഹാഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 5 യജ്ഞവും പാലിക്കാത്തവർക്ക് ജീവിതത്തിൽ ഈ 5 യജ്ഞത്തിൽ ഒരു യജ്ഞമെങ്കിലും പാലിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ടിരിക്കും. അപ്പോൾ പഞ്ചമഹായജ്ഞം അല്ലെങ്കിൽ 5 യജ്ഞങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ? ഏതൊക്കെയാണ്? ബ്രഹ്മയജ്ഞം, പറഞ്ഞേ. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മാനുഷിക യജ്ഞം. ഓക്കെ. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈശ്വരനെ അറിയുക, ഈശ്വരനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. അപ്പോൾ ബ്രഹ്മയജ്ഞം അഥവാ ഈശ്വരനെ അറിയുക. അപ്പോൾ ഈ ബ്രഹ്മചാരികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ വിവാഹം കഴിക്കാത്തവരെയാണ് ബ്രഹ്മചാരികളെന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. നമ്മളെല്ലാവരും ബ്രഹ്മചാരികളാണ്. എങ്ങനെയാണ് ബ്രഹ്മചാരികളാവുന്നത്? ഈശ്വരനെ, ബ്രഹ്മത്തെ കൂടുതലായി അറിയുമ്പോൾ നമ്മളെല്ലാവരും ബ്രഹ്മചാരികൾ തന്നെയാണ് അല്ലേ. പക്ഷെ അതിന് ഈശ്വരനെ നമ്മൾ തീർച്ചയായിട്ടും അറിയണം. അപ്പോൾ ഈശ്വരനെ അറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ അറിയുന്നത്? പ്രാർത്ഥനയിലൂടെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈശ്വരനെ അല്ലേ. പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈശ്വരനെ അറിയണം. ഈശ്വരനെ അറിഞ്ഞ ഈശ്വരനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അറിഞ്ഞ ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ വെക്കുക മാത്രമല്ല ചെയ്യേണ്ടേ, മറിച്ച് അറിഞ്ഞ ഈശ്വരനെ മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പോൾ ഒരു കുട്ടിയുടെ ഉള്ളിലേക്ക് ഈശ്വരവിശ്വാസം കയറി വരുന്നത് അവൻ ഗർഭസ്ഥ ശിശുവായി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് അല്ലേ. ഗർഭസ്ഥ ശിശുക്കളായിട്ട് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഒരു കുട്ടി ഈശ്വരവിശ്വാസമുള്ളവനായി തീരുന്നു. അവൻ്റെ അമ്മ ഈശ്വരവിശ്വാസിയാണെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് ഈശ്വരനും വേണ്ട, ദൈവവും വേണ്ട, സച്ചിന്തയും വേണ്ട, മൊബൈൽ ഫോൺ മാത്രം മതിയെങ്കിൽ അവനും എണീറ്റ് വരുമ്പോൾ തന്നെ, വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ വലിയൊരു ടാബുമായിട്ടായിരിക്കും വരുന്നത് അല്ലേ. ആണോ? യോജിക്കുന്നുണ്ടോ നിങ്ങൾ അതിനോട്? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ടല്ലേ. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ അവസ്ഥ മൊബൈൽ ഇല്ലാതെ അവർക്ക് പറ്റില്ല. പണ്ടൊക്കെ എല്ലാവർക്കും, പണ്ടുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? അവർക്ക് അമ്പലത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല അല്ലേ, ക്ഷേത്രത്തിൽ ദർശനം നടത്താതിരിക്കാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ പൂജ, ചില ആളുകളൊക്കെ മാല കെട്ടിക്കൊടുക്കുക, അതൊക്കെ വലിയ ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് മാല കെട്ടിക്കൊടുക്കാൻ. അങ്ങനെ കെട്ടിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെയായിരുന്നു അന്നത്തെ അവരുടെ ശീലം. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു വശം. എന്നിരുന്നാൽ പോലും ഈശ്വരനോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ അത് ആരംഭിക്കണം. അതിന് ഗർഭിണികൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ പറ്റി കേട്ടിട്ടുണ്ടോ?
ഒരു അസുരൻ്റെ മകനാണ് പ്രഹ്ലാദൻ അല്ലേ? അപ്പോൾ പ്രഹ്ലാദന് പക്ഷേ അസുര സ്വഭാവം അല്ല ഉള്ളത്, ദേവ സ്വഭാവം ഉള്ളത്. നമ്മൾ പറയില്ല അസുരഗണോ ദേവഗണോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അസുരത്വം നിറഞ്ഞ സ്വഭാവമല്ല പ്രഹ്ലാദൻ്റെ സ്വഭാവം. അതിൻ്റെ കാരണം ഗർഭിണിയായ പ്രഹ്ലാദൻ്റെ അമ്മ കയാധുവിനെ ഒരിക്കൽ ദേവേന്ദ്രൻ പിടിച്ചോണ്ട് പോകുന്ന വഴിയിൽ നാരദ മഹർഷി അവരെ കണ്ടു. നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് കയാധുവിനെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് നാരായണൻ്റെ സത്കീർത്തനങ്ങളും സൽക്കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്തു. ആരാണ് നാരായണൻ? നാരത്തിൽ അയനം ചെയ്യുന്നവനാണ് നാരായണൻ, വെള്ളം കിടക്കയായി സ്വീകരിച്ചവനാണ് നാരായണൻ. അപ്പോൾ ആ വിഷ്ണു ഭഗവാനെ പറ്റി അല്ലെങ്കിൽ നാരായണ നാമത്തെ പറ്റി, കഥകളെയൊക്കെ പറ്റി, സത്കഥകളെയൊക്കെ പറ്റി, സത്പ്രവർത്തികളെയൊക്കെ പറ്റി നിരന്തരം നാരദ മഹർഷി കയാധുവിന് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞു പ്രഹ്ലാദൻ ഇത് കേട്ടിട്ടാണ് അവൻ പുറത്തേക്ക് വന്നത്. അപ്പോൾ നാരദ മഹർഷി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നാരായണ നാരായണ. ആ മൂലമന്ത്രം തന്നെയല്ലേ അവനും ഉച്ചരിച്ചുകൊണ്ട് നടന്നത്. അതാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ആരംഭഘട്ടം ഗർഭാവസ്ഥ തന്നെയാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരു പറയുന്നത്, ഗർഭിണികൾ യഥേഷ്ടം നല്ല കഥകൾ കേൾക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, സത്കഥകൾ കേൾക്കുക, സദ്വിചാരങ്ങൾ വിചാരിക്കുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത്. അത് നമ്മൾ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ ശിക്ഷിക്കാനോ മറ്റുള്ളവരെ പരിഹസിക്കാനോ ഉള്ള മൂലമന്ത്രങ്ങളല്ല, മറിച്ച് ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടാം, പരമമായ മോക്ഷപ്രാപ്തിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാനായി സാധിക്കുമെന്നൊക്കെയുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ജീവിതമൊക്കെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര ആരാധന കൂടിയേ തീരൂ. ജനിമൃതി രോഗം അറുപ്പതിന് സഞ്ജീവനി പരമേശ്വരനാമം എന്നില്ല എന്ന് ഗുരു പറയുന്നത് പോലെ ആ മൃതസഞ്ജീവിനിയായിട്ടുള്ള നാമജപങ്ങൾ ആ കുഞ്ഞിന് അവൻ ആ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവനിലേക്ക് കൃത്യമായി എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആർക്കുണ്ടായിരിക്കണം? ആദ്യമേ അമ്മയ്ക്കുണ്ടായിരിക്കണം. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും അതേ ഉത്തരവാദിത്തം തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈശ്വരന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഈശ്വരനെ അറിയുക, വേദങ്ങൾ പഠിപ്പിക്കുക, വേദങ്ങൾ പ്രചരിപ്പിക്കുക, വേദത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുക, ഇതൊക്കെയാണ് നമുക്ക് ബ്രഹ്മയജ്ഞത്തിൽ ഗുരു പറഞ്ഞു തന്നിരിക്കുന്നത്.